അപ്പം മച്ചന്മാരെ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോർക്കും നല്ല പച്ചക്കായില്ലേ, ഏത്തക്കായ, അതും കൂടി ഇട്ടൊരു കറിയാണ്. കറിയല്ല, ഒന്ന് വരട്ടിയെടുക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു അപാരം തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആ മല്ലിയും തേങ്ങയുടെ വറുക്കല്ലേ, അപ്പോൾ ആദ്യം നമുക്ക് ഈ മുളകൊന്ന് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ മല്ലിയും കൂടെ, ഈ മല്ലിയും മുളകും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ പോർക്ക് ഇടുന്നതുകൊണ്ട് പോർക്കിൻ്റെ ആ ഫാറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ നെയ്യ് വരുന്നതുകൊണ്ട് നമ്മൾ എണ്ണ അധികം ഉപയോഗിക്കണ്ട. അപ്പോൾ നമ്മൾ മല്ലിയും മുളകും ഒക്കെ ഒന്നൊരു ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും ഇട്ട് കൊടുക്കുക. ഒരു തേങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ട്, കാരണം നമ്മൾ 2 കിലോ പന്നിയിറച്ചിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങ ചിരവിയ അതിൻ്റെ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മല്ലിയും മുളകും ഒക്കെ ചൂടായി വന്ന് അതിലൂടെ നമ്മൾ ആ ചിരവിയ തേങ്ങയും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. തേങ്ങ ചെറിയ കളർ മാറി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്താണ് ഇത് എടുക്കേണ്ടത്. നമ്മുടെ തേങ്ങയും മല്ലിയും മുളകും ഒക്കെ നല്ല രീതിയിൽ നല്ല വറുന്ന് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ആ മല്ലിയുടെയും തേങ്ങയുടെയും മുളകിൻ്റെയും ഒക്കെ വറുത്ത് വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ. അങ്ങനത്തെ വല്യമ്മച്ചിയുടെ റെസിപ്പി ചെയ്തേ. വല്യമ്മച്ചി ഇതുപോലെ തേങ്ങയും മല്ലിയും മുളകും ഒക്കെ വെച്ചിട്ട് നല്ല അമ്മിക്കല്ലിൽ അരച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള മസാലകളൊക്കെ അമ്മിക്കല്ലിൽ തന്നെ അരച്ചെടുത്തതാണ്. അപ്പം നമുക്കിത് ഒന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ഈ മല്ലിയും തേങ്ങയൊക്കെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. കാശി ആ പ്ലേറ്റ് ചെടുത്തു. ഇതുകൊണ്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരണം. ആ നല്ല അരച്ചുകൊണ്ട് നല്ല വെണ്ണ പോലെ അരയണം കേട്ടോ. പിന്നെ അപ്പം നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വേണം ഇത് ചെയ്യാൻ കേട്ടോ. നമുക്ക് ഇച്ചിരി അല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം അധികം എണ്ണ വേണ്ട. കാരണം നേർച്ച ആയതുകൊണ്ട് അതിൻ്റെ നെയ്യ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്ത് നമ്മളൊരു 2 കുടം വെളുത്തുള്ളിയും ഒരു 3 കഷ്ണം ഇഞ്ചിയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യം നമ്മൾ ഇട്ടില്ല, എന്താണെന്നറിയോ? കടുക് ഇപ്പോൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, ഒരു 8 പച്ചമുളകുകളും നമ്മൾ 2ആയിട്ട് കയറി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമുളക് ഇട്ട് കൊടുത്തത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ഒരു 50 ഗ്രാം ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിലെ നമ്മുടെ കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില. അപ്പോൾ അത് നമുക്കൊന്ന് കൊടുക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല മണമാണ് കറിവേപ്പിലയ്ക്ക്. നമ്മളൊരു 5 ചെറിയ സവാളയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 5 സവാള എടുത്തിട്ടുണ്ട് സ്ലൈസ് ചെയ്തത്. അതുകൂടെ നമ്മൾ ഇതിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് കിടന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ അല്ലേ. ചെറിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി,
ഇതെല്ലാം ഇട്ട് നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതെല്ലാം കൂടെ കിടന്ന് നല്ല രീതിയിലൊന്ന് വഴണ്ട് വരികയാണ്. ഒന്ന് വരട്ടതേ, എന്നിട്ട് വേണം നമുക്ക് ഒന്ന് വരണ്ട് വരട്ടെ. അപ്പോൾ നമ്മളുടെ സവാളയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. സവാളയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ നല്ല മണമുണ്ടല്ലോ. ആ വെളിച്ചെണ്ണയിൽ വരട്ടുന്നതിൻ്റെ അതൊരു അസാധാരണ തന്നെയാണ്. അപ്പോൾ നമുക്കൊരൽപ്പം മഞ്ഞൾ പൊടി, അധികം മഞ്ഞൾ പൊടി വേണ്ട, കുറച്ച് മതി. നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂണായിരുന്നു. അപ്പോൾ അത്ര ഇടുന്നില്ല, അതിൻ്റെ പകുതി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞളം കൊണ്ടിട്ട് ഒന്ന് വഴറ്റി കഴിയാൻ നേരത്തെ നമ്മുടെ പോർക്ക് ഇട്ട് കൊടുക്കാതെ അപ്പോൾ നമ്മളുടെ പോർക്കങ്ങ് ഇട്ട് കൊടുത്തിട്ട് പന്നിയിറച്ചി നല്ല ഇതിലേക്ക് വണ്ട് വരികയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച ഏത്തക്കായ ഉണ്ടല്ലോ, അതുകൂടെ കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പച്ച ഏത്തക്കായ ഇട്ട് കൊടുത്തില്ലേ, ആ കൂട്ടിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇതായി പിടിക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഉപ്പ് കൂടെ അത് നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് മാത്രം നമ്മൾ കണക്കിടുന്നില്ല. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതല്ലേ, അപ്പോൾ ഉപ്പ് പിടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും കൂടെ എന്ന് പറഞ്ഞാൽ കുരുമുളകും കൂടെ ഒരല്പം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒരു മസാലയുണ്ടല്ലോ, ഇത് നമ്മൾ സാധാരണ എല്ലാവരും മിക്സിയിലൊക്കെ അടിച്ചിട്ട് പൊടിയല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ല, അത് നമ്മുടെ അമ്മിക്കല്ലിലെ അരച്ചെടുത്താണ്. അതായത് പെരിഞ്ചീരകം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, തക്കോലം ഇതെല്ലാം കൂടെ വെച്ച് അമ്മിക്കല്ലിൽ നല്ലതായിട്ട് അരച്ചെടുത്തതായത്. ഈ അരപ്പാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മസാല എല്ലാം എടുത്ത് നല്ല വരണ്ട് കിടക്കുകയാണ്. ഒരിച്ചിരി തീ കുറച്ച് വിടാം. നമുക്ക് ഒരല്പം തീ കുറച്ചിട്ടിട്ടേ നമുക്കൊരല്പം കറുവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല പച്ച കറുവേപ്പില കേട്ടോ. ഇത് നമ്മുടെ കാശിയുടെ ഫേവറേറ്റാണ്. ഈ കാശിയും കറുവേപ്പില ഇല്ലാത്ത പരിപാടിയില്ല നമുക്ക്. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മല്ലിയും വറ്റൽമുളകും കൂടെ അരച്ചതുണ്ടല്ലോ, അതവിടെ ഇതിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശി, നമ്മുടെ അരപ്പ് റെഡിയല്ലേ? പോരെ. നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ്. നമ്മുടെ തേങ്ങയും മല്ലിയും വറ്റൽമുളകും കൂടെ നമ്മൾ വറുത്ത് അരച്ചെടുത്തുകൊണ്ട് വന്നാൽ അതുകൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളുടെ ആ മല്ലിയും തേങ്ങയും മുളകും കൂടെ ഒക്കെ ഇട്ട അരപ്പും ഇട്ടപ്പോഴേ സാധനത്തിൻ്റെയൊക്കെ കളറങ്ങ് മാറി. നോക്കിയേ, ആ പന്നിയുടെയും ആ കായുടെയൊക്കെ കളറങ്ങ് മാറി കണ്ടോ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഒരു ഇപ്പം അരപ്പ് കൂടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് കഴുകി ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കാം. ഇതവിടെ ഇരുന്ന് അങ്ങ് വേകട്ടെ. അപ്പോൾ നമുക്കേ ഈ അടപ്പിട്ടൊന്ന് മൂടി വയ്ക്കാം. ഒന്ന് വേകട്ടെ. നല്ലതായിട്ട് തിളച്ച് നിൽക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് ചെറു തീയിലിരുന്ന് അങ്ങ് വേകട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കതെന്തായാലും ഇന്ന് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതൊന്ന് വെന്തോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാമെന്നേ. വെള്ളമൊക്കെ വറ്റി വരാൻ നേരത്തെ അതിൻ്റെ വേഗ് കറക്റ്റ് പാകമാകും. ഒരല്പസമയം കൂടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ വെള്ളം ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ഇതായിട്ട് നല്ല വരണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ പന്നിയും പച്ചക്കായും കൂടെ ഉള്ളത്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കാശിയേ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. കാശിയാണ് നമ്മുടെ കറുവേപ്പിലയുടെയും വാഴയിലയുടെയും ഒക്കെ ഒരാൾ കാശിയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം അല്ലേ. അല്ലേ നോക്കിയേ, ആ ബ്രെഡ്, ആ കായ, നല്ല പന്നിയിറച്ചി. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. നോക്കിയേ, അടിപൊളിയായിരിക്കുന്നു. സൂപ്പർ 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 സൂപ്പർ. അപ്പം കിടു ഐറ്റമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു പൊളപ്പൻ ഐറ്റം അതിൽ. കൂടാതെ കായാണെന്ന് പോലും പറയില്ല. കായും പന്നിയിറച്ചിയും കൂടെ തിരിച്ചറിയുന്നില്ല അല്ലേ. പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ ഈ കായും പന്നിയിറച്ചിയും കൂടെ കണ്ടിട്ട് ഏതാണ് പന്നിയിറച്ചി ഏതാണ് കായെന്ന് തിരിച്ചറിയുന്നില്ല എന്ന്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻസ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്നേ വീട്ടിലൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ചവിട്ടി പൊട്ടിച്ചേരെ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരു കിടൽ നൈറ്റുമായി വരുമ്പോഴേക്കും ഗുഡ് ബൈ.